ഒരു 5 വയസ്സുള്ള കുട്ടി തന്റെ അമ്മയുടെ മുന്നിൽ കരയുന്നത് സങ്കല്പിക്കുവാൻ പ്രയാസമില്ല. പക്ഷെ കരയുന്നത് കളിപ്പാട്ടം ആവശ്യപ്പെട്ടല്ല, മിഠായിയോ പുതിയ വസ്ത്രമോ ആവശ്യപ്പെട്ടല്ല. വളരെ വേദനാജനകമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അമ്മ, എന്റെ തൊലിക്ക് പുതിയ നിറം നൽകണമെന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. അത് അവൾക്ക് തന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിറങ്ങളുടെ വ്യത്യാസത്തിലുള്ള വംശീയത മനസ്സിൽ വെച്ചുകൊണ്ടുമല്ല. പക്ഷെ അവൾ ജനിച്ചപ്പോൾ ലഭിച്ച നിറം നല്ലതല്ല എന്നുള്ള ചിന്താഗതി ആരോ അവളിൽ നൽകി. ഇത് സിനിമാ കഥയോ സങ്കല്പികമോ അല്ല. ഇത് ഇന്ത്യൻ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലെ ക്ലാസ് മുറികളിൽ അഭിമുഖീകരിക്കുന്ന വംശീയതയാണ്. അതെ, ബാല്യകാലത്തിൽ കുട്ടികൾ സന്തോഷിക്കുകയും സുരക്ഷയും സ്നേഹവും ലാളനവും അനുഭവിക്കേണ്ട ക്ലാസ് മുറികളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഞാൻ ഇവിടെ ഒരു രാജ്യത്തെയും കുറ്റപ്പെടുത്തുന്നില്ല, എന്നാൽ വളരെ അപൂർവമായി മാത്രം ചർച്ച വിഷയമാകുന്ന കാര്യം പങ്കുവയ്ക്കുകയാണ്. അത് കുട്ടികളെ കുറിച്ചാണ്, മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ചാണ്, പല ആളുകളും അഭിമുഖീകരിക്കുവാൻ ഇഷ്ടപ്പെടാത്ത സത്യത്തെ കുറിച്ചാണ്. സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോയാണ് ഈ വിഷയം ചർച്ചാ വിഷയം ആക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഒരു 5 വയസ്സ് പ്രായം ഉള്ള ഇന്ത്യൻ പെൺകുട്ടി അവളെ തന്റെ നിറത്തിന്റെ പേരിൽ കളിയാക്കുന്നുവെന്ന പരാതി അവളുടെ അമ്മയോട് പറയുകയാണ്. ഈ വീഡിയോയുടെ അവസാനം ആ വൈറൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അവളെ ഒറ്റപ്പെടുത്തുന്നു, അവൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ കമന്റുകൾ പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇത് വീണ്ടും ഓരോ ദിവസവും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ പെൺകുട്ടി മാനസികമായി തളരുകയും അവളുടെ തൊലിയുടെ നിറവും തെളിഞ്ഞതായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. തൊലി നിറത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയുക പോലുമില്ലാത്ത 5 വയസ്സുകാരി, പക്ഷേ അവൾക്കൊന്ന് മനസ്സിലായി, തന്റെ ഈ നിറം അവിടെ സ്വീകാര്യം അല്ല എന്ന്. നിശബ്ദമായി ആഴത്തിൽ വംശീയത ഉണ്ടാക്കുന്ന ഡാമേജ് ആണിത്. ഇന്ത്യയിൽ നിന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് ആദ്യം വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിരുന്നതെങ്കിൽ ഇന്ന് അവിടെ സ്ഥിരതാമസമാക്കിയ അവരുടെ മക്കളാണ് സ്കൂളുകളിൽ പഠിക്കുന്നത്. മുതിർന്നവർക്ക് പോലും വംശീയ അധിക്ഷേപം സഹിക്കാൻ കഴിയാത്തപ്പോൾ കുട്ടികൾ ഇത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ആലോചിച്ചു നോക്കൂ. കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം അടക്കി വെക്കുവാനുള്ള കഴിവില്ല, സ്വയം പ്രതിരോധം തീർക്കുവാനോ അവർ അനുഭവിക്കുന്ന വേർതിരിവുകൾ പറഞ്ഞു മനസ്സിലാക്കുവാനോ ഉള്ള കഴിവില്ല. തൊലി നിറത്തിന്റെ പേരിൽ ഒരു കുട്ടി കളിയാക്കൽ അനുഭവിക്കുമ്പോൾ അവൾക്ക് ഇത് വംശീയ അധിക്ഷേപമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയില്ല. കുട്ടികൾ അവർക്ക് ന്യൂനതകൾ ഉണ്ടെന്നും അവർക്ക് മോശം രൂപമാണ് ഉള്ളതെന്നും ചിന്തിക്കുവാൻ ആരംഭിക്കുന്നു. കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതം മുഴുവൻ പല പ്രശ്നങ്ങൾ കൊണ്ട് വേട്ടയാടുമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെടും, സാമൂഹിക ഇടങ്ങളിൽ നിന്ന് അകലുവാൻ ശ്രമിക്കും, വ്യക്തിത്വത്തിലുള്ള സംശയം ഉണ്ടാകും, ദേഷ്യം, പിന്നോക്കം നിൽക്കുന്ന സ്വഭാവവും ഉണ്ടാകും. കൂടാതെ ദീർഘകാലത്തേക്കുള്ള ഇമോഷണൽ ട്രോമ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഒരു പ്രൊഫഷണൽ ഡിഗ്രി നേടിക്കഴിഞ്ഞാൽ യുവാക്കൾ അവരുടെ ജീവിതം വിജയകരമായി എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് വിദേശത്തേക്ക് പോകുന്നത്. ഡോളറിൽ, പൗണ്ടിൽ അല്ലെങ്കിൽ യൂറോയിൽ ലഭിക്കുന്ന ശമ്പളത്തിന്റെ 10 മാറ്റി വെച്ചാൽ 5 അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ നാട്ടിൽ വലിയ വീട് പണിത് ഒരു കാറും വാങ്ങിയിടാം. പക്ഷേ പാശ്ചാത്യരുടെ നടുവിൽ ജീവിക്കുന്ന ഇവർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം അവർ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. എന്നാൽ അവരുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ ആണ് പ്രശ്നം കൂടുതൽ ഗൗരവമാകുന്നത്. മാതാപിതാക്കൾ പുതിയൊരു നാട്ടിലേക്ക് കുടിയേറിയത് മൂലം ജീവിക്കുന്ന രാജ്യത്ത് അവർ ഇന്ത്യക്കാരും, എന്നാൽ ഇന്ത്യ അവർക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലവുമായി മാറി. ഇന്ത്യ മാത്രമല്ല, എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് എത്തുന്നവരും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കുട്ടികളിൽ നിറവ്യത്യാസം കൊണ്ട് ഒറ്റപ്പെടുന്നു എന്ന പരാതി പറയുമ്പോൾ മാതാപിതാക്കൾ പലപ്പോഴും അത് നിസ്സാരവൽക്കരിക്കും. കുട്ടികൾക്ക് അത് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് വെറും തമാശയ്ക്കാണ് എന്ന് പറഞ്ഞ് തള്ളിവിടാറാണ് പതിവ്. എന്നാൽ ഈ വംശീയ വേർതിരിവ് ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല. കുട്ടികൾ ഈ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും മാധ്യമങ്ങളിലും കാണുന്നതും കേൾക്കുന്നതുമാണ് അവർ ചെയ്യുന്നത്. ഒന്നും മറച്ചു പിടിച്ച് പ്രകടിപ്പിക്കുവാൻ അറിയാത്തവരാണ് കുട്ടികൾ. അവരുടെ മനസ്സിലുള്ളത് അതേപടി പ്രകടിപ്പിക്കും. ഇവിടെ ഒരു കുട്ടി ഇന്ത്യയിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ നിറത്തിന്റെ പേരിൽ കുറ്റം പറയുമ്പോൾ ആ പാശ്ചാത്യ സമൂഹത്തിന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരോട് ഉള്ള മനോഭാവമാണ് വെളിവാകുന്നത്. മുതിർന്ന ആളുകൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഇഷ്ടക്കേട് അവരുടെ കുട്ടികളിലൂടെ പുറത്തു വരുന്നു. ഇതിനർത്ഥം പുതിയ തലമുറ ഉയർന്നു വന്നാലും വംശീയ വ്യത്യാസമുള്ള ഈ ചിന്താഗതികൾ അവരുടെ മനസ്സുകളിൽ നിന്ന് അസ്തമിക്കുന്നില്ല എന്നാണ്. പാശ്ചാത്യ സമൂഹങ്ങൾ അവരെ തന്നെ ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നത് സമത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ഉൾപ്പെടുത്തലിന്റെയും നാനാത്വത്തിന്റെയും മൊത്ത കച്ചവടക്കാരായാണ്. എന്നാൽ ഈ മൂല്യങ്ങളൊക്കെ പേപ്പറുകളിൽ മാത്രമേ ഉള്ളൂ, അവരുടെ ചിന്താഗതികളിൽ ഇല്ല എന്നാണ് ഈ അവസ്ഥ വ്യക്തമാക്കുന്നത്. പ്രസംഗങ്ങളിൽ നാനാത്വത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും, എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന പോളിസികൾ നിർമ്മിക്കും, പോസ്റ്ററുകളിൽ സമത്വത്തെക്കുറിച്ച് എഴുതും. എന്നാൽ നിത്യജീവിതത്തിലേക്ക് വരുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരുടെ മക്കൾ സ്കൂളുകളിൽ പോലും നേർവിപരീതമായി അനുഭവിക്കേണ്ടി വരുന്നു. ഒരു ഏഷ്യൻ നിറമുള്ള പെൺകുട്ടി തെളിഞ്ഞ നിറമുള്ള തൊലി വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ഈ കുട്ടികൾക്കുണ്ടാകുന്ന മുറിവാണ് കാണാൻ കഴിയുന്നത്. ഇതിനനുബന്ധമായി എല്ലാ പാശ്ചാത്യ സമൂഹങ്ങളും വംശീയമായി ഇടപെടുന്നുവെന്ന് അവിടുത്തെ സ്കൂളുകൾ ഏഷ്യൻ കുട്ടികൾക്ക് സുരക്ഷിതമല്ല എന്നും അല്ല ഞാൻ പറയുന്നത്. പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഈ വംശീയബോധം മനസ്സുകളിൽ നിലനിൽക്കുന്നു.
ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ എന്നും പാശ്ചാത്യ മനസ്സുകൾക്ക് ഇൻഫീരിയർ ആണ്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നിറത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഭരണഘടന ഇന്ന് സർവ്വജനങ്ങൾക്കും സമത്വം ഉറപ്പു നൽകുന്നു. ആ കാലത്ത് പീഡനങ്ങൾ അനുഭവിച്ച വിവാഹങ്ങൾക്ക് എല്ലാം പ്രത്യേക പരിഗണന നൽകുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരൊരു പ്രശ്നമുണ്ടായാൽ അത് അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നു. എന്നാൽ വിദേശത്തെ സ്കൂളുകളിൽ നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ വ്യത്യാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ദീർഘമണിക്കൂർ ജോലി ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോകുവാനും സമയമില്ല. യൂറോപ്പും അമേരിക്കയും കാനഡയും ഒക്കെയാണ് നല്ലതെന്ന് ആളുകൾ പറയുമ്പോൾ മനസ്സിലാക്കുക, അവിടെ എത്തിയവരും അവരുടെ മക്കളും തീ നിന്ന് ജീവിക്കുകയാണ്. അത് നമ്മോട് പങ്കുവെക്കുന്നില്ല എന്ന് മാത്രം. ഈ വീഡിയോയിൽ നിങ്ങളുമായി ഈ വിഷയം ചർച്ച ചെയ്യുവാൻ കാരണമായ ആ വീഡിയോ ട്വിറ്ററിലൂടെ പങ്കുവെച്ചു വന്നതാണ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് പരിശോധിക്കാം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കാം. എന്റെ നിരീക്ഷണത്തോട് വിയോജിപ്പുണ്ടെങ്കിലും അത് കമന്റ് ചെയ്യാം. നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുവാൻ ഒരു ലൈക്ക് നൽകുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.